وصحبه أجمعين أما بعد رب يسر ولا تعسر رب زدنا علما وحلما وفهما وعقلا وعدلا أدبا وإيمانا كاملا رب تمم الخير والسعادة وما توفيقي إلا بالله عليه توكلت وإليه أنيب. സൂറത്തുൽ നൂറിലെ 30-ാമത്തെ ആയത്തിലാണ് നമ്മൾ നിർത്തിയത്. മുഅ്മിനീങ്ങളായ പുരുഷന്മാരോട് അല്ലാഹു തആല അവരുടെ ദൃഷ്ടികളെ അല്ലാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്നും സൂക്ഷിക്കുന്നതിന് വേണ്ടി കൽപ്പിച്ചു. ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. കണ്ണിനെ സൂക്ഷിക്കുവാനും അതിൽ കൂടി അവരുടെ രഹസ്യഭാഗങ്ങളെ സൂക്ഷിക്കുവാനും അല്ലാഹു കൽപ്പിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസിൽ നമുക്കിങ്ങനെ കാണാം: കുല്ലു ഐനിൻ ബാഖിയത്തുൻ യൗമൽ ഖിയാമ. എല്ലാ കണ്ണുകളും ഖിയാമത്ത് നാളിൽ ഖേദത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും പേരിൽ കരയുന്നതാണ്. ഇല്ല ഐനുൻ ഗളത് അൻ മഹാരിമില്ല. അള്ളാഹു കാണരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളെ തൊട്ടും കണ്ണുകളെ ചിമ്മി അടച്ചവനൊഴികെ. അതുപോലെ വഐനുൻ സഹറത്ത് ഫീ സബീലില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണുകൾ. ജിഹാദിൻ്റെ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ മറ്റുള്ള ആളുകളൊക്കെ ഉറങ്ങുന്ന സമയത്ത് അവർക്ക് കാവൽ നിൽക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള എന്ത് അമലുകളും അതിനൊരാൾ ഉറക്കമൊഴിക്കുകയാണെങ്കിൽ ആ കണ്ണും അള്ളാഹുവിൻ്റെ മഹ്ശറിൻ്റെ നാളിൽ കരയേണ്ടി വരികയില്ല. മൂന്നാമത്തത് നബിതങ്ങൾ പറഞ്ഞു, ഒരാളുടെ കണ്ണിൽ നിന്നും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഭയത്തിൻ്റെ പേരിൽ കണ്ണുനീരൊലിപ്പിക്കുകയാണെങ്കിൽ അയാളും ആഖിറത്തിൽ കരയേണ്ടി വരികയില്ല എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അടുത്ത ആയത്തിൽ അള്ളാഹു പറയാണ്, വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന. നബിയെ, മുഅ്മിനത്തുകളായ സ്ത്രീകളോടും അങ്ങ് പറയണം, യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, അവർ അവരുടെ കണ്ണുകളെ ചിമ്മിയടക്കട്ടെ. വയഹ്ഫദ്ന ഫുറൂജഹുന്ന, അവർ അവരുടെ രഹസ്യഭാഗങ്ങളെ സംരക്ഷിച്ചു കൊള്ളട്ടെ, സൂക്ഷിച്ചു കൊള്ളട്ടെ. സാധാരണഗതിയിൽ ഖുർആനിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്, ഒരു കൽപ്പന അള്ളാഹു പറയുമ്പോൾ രണ്ട് കൂട്ടരോടും വേറെ വേറെ പദപ്രയോഗം നടത്താറില്ല. ഫഖീമുസ്സലാ, നിങ്ങൾ നിസ്കരിക്കൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും സ്ത്രീകളെ നിങ്ങൾ നിസ്കരിക്കൂ എന്ന് പ്രത്യേകം പരാമർശം കാണാറില്ല. നിങ്ങൾ ആത്തു സക്ക എന്ന് പുരുഷന്മാരോട് പ്രത്യേകം കൽപ്പന വേറെ, സ്ത്രീകളോട് പ്രത്യേകം കൽപ്പന വേറെ, അങ്ങനെ കാണാറില്ല. അപ്പോൾ നോമ്പിലൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്താ അതിൻ്റെ കാര്യം? അത് ഒരു വിഭാഗത്തിന് വിധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനോട് തുടർന്ന് വരുന്ന സ്ത്രീകളും കുട്ടികളും ഒക്കെ അതിൽ ആരൊക്കെ പെടും അവരൊക്കെ പെടും എന്നതാണ് ഭാഷാപരമായ നിയമം. എന്നാൽ അല്ലാഹു തആല ഈ വിഷയം എത്തിയ സന്ദർഭത്തിൽ ആ ഒരു ശൈലി ഉസ്ലൂബ് അല്ലാഹു മാറ്റിക്കൊണ്ട് പുരുഷന്മാരോട് അല്ലാഹു ആദ്യം വിളിച്ചു പറഞ്ഞു, പുരുഷന്മാരെ നിങ്ങൾ കണ്ണിനെ ശ്രദ്ധിക്കണം. ശേഷം അല്ലാഹു തആല സ്ത്രീകളെയും അതുപോലെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പറയുന്നു, വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന. പുരുഷൻ മാത്രമല്ല കണ്ണിനെ സൂക്ഷിക്കേണ്ടത്, സ്ത്രീകളാകുന്ന നിങ്ങളും അല്ലാഹു വിലക്കിയ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, പ്രത്യേകിച്ച് അന്യപുരുഷന്മാർ, അല്ലാഹു കാണരുത് എന്ന് പറഞ്ഞ ആളുകൾ, മഹറമല്ലാത്ത ആളുകൾ, അവരെ തൊട്ടും കണ്ണുകളെ ചിമ്മി അടക്കണം. വയഹ്ഫദ്ന ഫുറൂജഹുന്ന, അവരവരുടെ രഹസ്യഭാഗങ്ങളെയും സൂക്ഷിക്കേണ്ടതാണ്. വലായുബ്ദീന സീനത്തഹുന്ന, അവർ അവരുടെ അഴകിനെ, അലങ്കാരത്തിനെ, ഭംഗിയെ വെളിവാക്കാൻ വേണ്ടി പാടില്ല. ഇല്ലാ മാ ളഹറ മിൻഹ, സ്വയം വെളിവാകുന്നവ ഒഴികെ. അപ്പോൾ എന്താണ് പറയുന്നതിൻ്റെ കാര്യം? ഇപ്പോൾ ഫിഖ്ഹിൻ്റെ, ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രം ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ 4 മദ്ഹബും ഈ വിഷയത്തിൽ ഇത്തിഫാഖുള്ള ഒരു കാര്യമാണ്, സ്ത്രീൻ്റെ ഔറത്ത് എന്താണ് എന്ന വിഷയത്തിൽ അന്യപുരുഷൻ്റെ മുമ്പിൽ. അപ്പോൾ അവിടെ നമുക്ക് കാണാം, ജമീഉ ബദനിൽ മർഅത്തി, ഒരു സ്ത്രീയുടെ ശരീരം മുഴുവൻ അന്യപുരുഷൻ്റെ മുമ്പിൽ ഔറത്താണ്, അത് കാണാൻ വേണ്ടി പാടില്ല എന്ന വിഷയത്തിൽ ഏറെക്കുറെ എല്ലാ മദ്ഹബുകളും ഈ വിഷയത്തിൽ ഇത്തിഫാഖാണ്. അപ്പോൾ എന്താ ഈ പറഞ്ഞത്? സ്വയം വെളിവാകുന്ന സൗന്ദര്യം ഒഴികെ വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞത്. ഇപ്പോൾ സ്ത്രീ വസ്ത്രം ധരിക്കുന്നു, ഔറത്തൊക്കെ മറിച്ചിട്ട്, ആ വസ്ത്രം ധരിക്കുമ്പോൾ ആ വസ്ത്രത്തിലും ഒരു അലങ്കാരമുണ്ട്, അത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു, അതിൻ്റെ പേരിൽ കുറ്റം കിട്ടൂല. ഇനിയിപ്പം നമ്മൾ ഇന്നാണ് ഈ ഹാൻഡ് ഷോക്സ് കാര്യം അതൊക്കെ വന്നിരിക്കുന്നത്. ഇനി ഈ മൊത്തത്തിൽ ഇങ്ങനെ മറച്ചടക്കുന്നതാണെങ്കിൽ, ഒരു തുണീനെ കൊണ്ട് മറച്ചടക്കുന്നതാണെങ്കിൽ, ഇപ്പോൾ ആ സ്ത്രീ ഒരു വള ധരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ സ്ത്രീൻ്റെ കയ്യിലൊരു മോതിരം ഉണ്ടെങ്കിൽ, ചിലപ്പോൾ നടക്കുന്ന സമയത്ത് ആ മോതിരം വെളിവാകും, അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് കാലിലുള്ള ചെരുപ്പ് വെളിവാകും. ഇതൊക്കെ സ്ത്രീൻ്റെ അലങ്കാരവും സൗന്ദര്യവുമാണ്. ഇങ്ങനെ നിയന്ത്രിക്കാൻ പറ്റാത്തതല്ലാത്ത ബാക്കി എന്തെല്ലാം സൗന്ദര്യങ്ങളുണ്ടോ അതൊക്കെ മറക്കണം എന്നാണ് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത്. വലായുബ്ദീന സീനത്തഹുന്ന, അവർ അവരുടെ സൗന്ദര്യത്തിന് വലായുബ്ദീന സീനത്തഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹ, സ്വയം വെളിവായതിനെ അല്ലാതെ അവർ
മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല. ശേഷം അള്ളാഹു പറയുന്നു വല്യദുരിബിന ബിഖുമുരിഹിന്ന, അവർ മുഖമക്കനെ താഴ്ത്തിയിടണം അലാ ജുയൂബിഹിന്ന, അവരുടെ മാറിടത്തിന് മേൽ. ഇപ്പോൾ പണ്ടൊക്കെ പിന്നെ അറബികളെ വസ്ത്രധാരണ രീതിയിൽ ഈ പറഞ്ഞ രീതിയിൽ താരീഖിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അവരേതായാലും ഈ കഴുത്തിൻ്റെ ഭാഗങ്ങളൊന്നും മറച്ചിരുന്നില്ല. തലയും മറക്കുക, തലയും കഴുത്തും എല്ലാം ഇങ്ങനെ തുറന്നിട്ടിട്ട് അങ്ങനെ ഒരു ജീവിതമായിരുന്നു. അപ്പോൾ അള്ളാഹു താല പറഞ്ഞു തല മറക്കണം. തല മറച്ചിട്ട് ആ മക്കനെ എന്ത് ചെയ്യണം, മാറിടത്തിൻ്റെ മുകളിലേക്ക് വരുന്ന കോലത്തിലേക്കാകണം. ഈ ഭാഗങ്ങളൊന്നും പുരുഷൻ കാണേണ്ടുന്നതല്ല എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. വല്യദുരിബിന ബിഖുമുരിഹിന്ന, അവർ അവരുടെ മക്കനകളെ താഴ്ത്തിക്കെട്ടണം അലാ ജുയൂബിഹിന്ന, അവരുടെ മാറിടത്തിൻ്റെ മേൽ. അവന് സ്ത്രീക്ക് ആർക്കൊക്കെ മുമ്പിൽ അനുവദിക്കപ്പെട്ട സൗന്ദര്യം വെളിപ്പെടുത്താം എന്നാണ് അള്ളാഹു ശേഷം പറയുന്നത്. വലാ യുബ്ദീന സീനത്തഹുന്ന, ആ സ്ത്രീ തൻ്റെ സൗന്ദര്യത്തിനെ വെളിവാക്കരുത് ഇല്ലാ ലിബുഉലതിഹിന്ന, അവരുടെ ഭർത്താവിൻ്റെ മുമ്പിലല്ലാതെ. ഭർത്താവിൻ്റെ മുമ്പിൽ മാത്രമേ 100% സൗന്ദര്യം വെളിപ്പെടുത്താനുള്ള അനുവാദം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. ശേഷം കുറേ ആളെ പട്ടിക പറയും. അത് അന്യപുരുഷന്മാരെ അപേക്ഷിച്ചിട്ട് സ്വാഭാവികമായി ഇപ്പോൾ ശേഷം ഉപ്പ സഹോദരന്മാരെന്നൊക്കെ പറയും. അവർക്ക് ഈ പറഞ്ഞ പോലെ കൈയിൻ്റെ ഭാഗം കാണാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഖിദ്മത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ കാലൊന്ന് തുണിയൊന്ന് മേലെ ഉടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ കാണാം, കഴുത്തിൻ്റെ ഭാഗം കാണാം. അത് അന്യപുരുഷന്മാരുടെ മുമ്പിൽ ഹറാമാണ്. എന്നാൽ ഇവരെ മുമ്പിൽ, കാരണം ഇത് മനുഷ്യന്മാർ ഇടവഴകി ജീവിക്കുന്ന ആളുകളാണ്, വാപ്പയും സഹോദരൻ്റെ മക്കളെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവരിൽ നിന്നും അത് മാറ്റിവെക്കൽ പ്രയാസമായതുകൊണ്ട് അള്ളാഹു തആല അളവ് നൽകി. ഇല്ലാ ലിബുഉലതിഹിന്ന, ഭർത്താവിന് ഈ സൗന്ദര്യമൊക്കെ കാണാം. ഔ ആബാഇഹിന്ന, അല്ലെങ്കിൽ അവരുടെ വാപ്പമാർ. ഔ ആബാഇ ബഉലതിഹിന്ന, ഭർത്താവിൻ്റെ വാപ്പമാർ. ഔ അബ്നാഇഹിന്ന, അല്ലെങ്കിൽ സ്വന്തം മക്കൾ. ഔ അബ്നാഇ ബഉലതിഹിന്ന, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സന്താനങ്ങൾ. ഔ ഇഖ്വാനിഹിന്ന, അല്ലെങ്കിൽ സ്വന്തം സഹോദരന്മാർ. ഔ ബനി ഇഖ്വാനിഹിന്ന, അല്ലെങ്കിൽ സ്വന്തം സഹോദരൻ്റെ ആൺമക്കൾ. ഔ ബനി അഖവാതിഹിന്ന, സ്വന്തം സഹോദരിയുടെ ആൺമക്കൾ. ഇവരുടെയൊക്കെ മുമ്പിൽ ഈ പറഞ്ഞ പോലെ മാന്യതയോടുകൂടി ആവശ്യാനുസരണം ഇങ്ങനെ പൂർണ്ണമായി മറച്ച് നടക്കേണ്ടത്. അത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുമാകും. കാരണം ഇതൊക്കെ വീടുകളിൽ ഒരുമിച്ച് നിൽക്കുന്നവരായിരിക്കും, അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാം. ഔ നിസാഇഹിന്ന, അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളുടെ മുമ്പിലും ഈ പറഞ്ഞ പോലെ പിന്നെ കഴുത്ത് കാണുന്നതിനോ അല്ലെങ്കിൽ കാലിന് മേൽഭാഗം കാണുന്നതിനൊന്നും കാണിക്കണം എന്നല്ലോ ഈ പറയുന്നതിൻ്റെ ഒന്നും അർത്ഥം. കാണുന്നതിൽ ജോലിൻ്റെ ഇടയിലോ മറ്റോ കാണുന്നതിൽ പ്രശ്നമില്ല എന്നാണ് അർത്ഥം. അപ്പം മുസ്ലിമീങ്ങളല്ലാത്ത സ്ത്രീകളുടെ മുമ്പിലോ, മുസ്ലിം സ്ത്രീൻ്റെ ഔറത്തോ, മുസ്ലിം സ്ത്രീകളല്ലാത്തവരുടെ മുമ്പിൽ, മുസ്ലിം സ്ത്രീകളുടെ മുമ്പിലും സ്ത്രീകൾക്ക് ഔറത്ത് ഒഴിവാക്കാൻ പാടില്ല എന്നാണ് ഫിഖ്. അത് ഈ ആയത്താണ് തെളിവ്. ഔ നിസാഇഹിന്ന എന്ന ഖുർആൻ ഉപയോഗിച്ചത് അവരുടെ സ്ത്രീകൾ. ഈ അവരുടെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഐ അന്നിസാ ഉൽ മുസ്ലിമാത്ത്. അതിന് കാരണം പറയുന്നത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സ്ത്രീകളോടാണ് പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും സ്ത്രീൻ്റെ അടുക്കലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ ആ സ്ത്രീനെ കാണും, സ്ത്രീൻ്റെ വസ്ത്രം, അലങ്കാര, സൗന്ദര്യമൊക്കെ കാണും. ഇതൊരിക്കലും നിങ്ങളെ ഭർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് ആ സ്ത്രീയെ വിശേഷിപ്പിക്കാൻ വേണ്ടി പാടില്ല. എന്ന് കല്യാണത്തിനായപ്പോൾ ജമീൽ തന്നെ കണ്ടിരുന്നു, നല്ല മുഞ്ചേൻ എന്താണെന്ന് ഡ്രസ്സ് മഞ്ഞ സാരിയിൽ എടുത്തിട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് സ്വന്തം ഭർത്താവിന് വിശദീകരിച്ച് കൊടുക്കാൻ പാടില്ല. അതായത് ഈ സ്ത്രീക്ക് ആരെല്ലാം അന്യന്മാരാണോ അവരുടെ മുമ്പിലൊന്നും വിശദീകരിച്ച് കൊടുക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് മുസ്ലിം സ്ത്രീകൾ എന്തായാലും പാലിക്കണം എന്നുള്ള മാന്യത. എന്നാൽ ഒരു അമുസ്ലിം സ്ത്രീൻ്റെ മുമ്പിൽ ഈ പറഞ്ഞ രീതിയിൽ പ്രദർശനം നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആൾക്കെന്ത് ദീന്, ആളെന്ത് അള്ളാഹുവിൻ്റെ നിയമമാണ് പാലിക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ എന്തിനുള്ള സാധ്യതയുണ്ട്? ഈ സ്ത്രീയുടെ സൗന്ദര്യത്തിനെ കുറിച്ചിട്ട് ഇവരുടെ ഭാര്യനോടോ ഭർത്താവിനോടോ മക്കളോടോ സഹോദരന്മാരോടോ സുഹൃത്തുക്കളോടോ എങ്കിലും പറഞ്ഞിട്ട് അവളുടെ രഹസ്യത്തിനെ വെളിവാക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അള്ളാഹു താല പറഞ്ഞു അവരുടെ മുമ്പിലും വെളിപ്പെടുത്താൻ വേണ്ടി പാടില്ല. പിന്നെ എന്ത് കാണാൻ പറ്റും? അപ്പോൾ ഹിജാബിലിട്ട് നടക്കണം എന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഒരു സ്ത്രീ വീട്ടിൽ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഏതൊക്കെ ഭാഗങ്ങൾ വെളിവാകുമോ ആ ഭാഗം കാണാം. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഏതാ വെളിവാകുക? ഇപ്പോൾ കയ്യൊക്കെ ഇവിടെ ഇത്ര കയറ്റിയിട്ടുണ്ടാവും അല്ലേ, മാക്സിയോ അല്ലെങ്കിൽ ഇതാവണമെങ്കിൽ കുറച്ചിങ്ങനെ ഇവിടെ കയറിയിട്ടുണ്ടാവും. ഇതല്ലാത്ത ബാക്കി ഭാഗങ്ങൾ അല്ലേ, ഔറത്ത് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ വെളിവാകുന്ന രീതിയിൽ ഒരിക്കലും വെളിപ്പെടുത്താൻ പാടില്ല എന്നാണ് ശരീഅത്ത് പറയുന്നത്. ഔമാ മലക്കത്ത് ഐമാനുഹുന്ന, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ കീഴിലുള്ള അടിമ. അപ്പം അടിമയെ പണ്ട് കാലത്തൊക്കെ വാങ്ങിക്കുന്നൊരു സമ്പ്രദായം ഉണ്ടല്ലോ. അങ്ങനെ ഒരു അടിമ ഉണ്ടെങ്കിൽ ആ അടിമക്കും എന്ത് ചെയ്യാം? ഈ സ്ത്രീയെ കാണുന്നതിൽ വിരോധമില്ല. അവിത്താബിഈന ഗൈരി ഉലിൽ ഇർബ,
അല്ലെങ്കിൽ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സേവകന്മാർ എങ്ങനെയുള്ള സേവകന്മാരാണ്? ഗൈരി ഉരിൽ ഇർബത്തില്ലാത്ത, അതായത് ഒരു പുരുഷനുണ്ടായിരിക്കുന്ന ഒരു സെക്ഷൽ ഡിസയർ എന്ന് പറയുന്ന സാധനം അതിപ്പോൾ ഒരു ഭയങ്കര പ്രായം കൂടി അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാത്തൊരാൾ, ഇമ്പോർട്ടൻ്റായി എന്നൊക്കെ നമ്മൾ പറയും, അങ്ങനെ ലൈംഗിക ശേഷിയില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സംഗതി ഇല്ലാത്ത ഒരാൾ ഇവർക്ക് ഖിദ്മത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ നിൽക്കുന്നുണ്ട് എങ്കിൽ അവർക്കും ഈ സ്ത്രീയെ ഈ പറഞ്ഞ പോലെ ആ രീതിയിൽ കാണുന്നതിൽ വിരോധമില്ല. അത് ഈ തിഫ്ലി അല്ലെങ്കിൽ കുട്ടി ഒഴികെ. എങ്ങനെയുള്ള കുട്ടിയാണ്? ലമ്യ ലഹറു അല ഔറാത്തിനിസ, സ്ത്രീകളുടെ ഔറത്തിനെ സംബന്ധിച്ചോ വർണ്ണനെ സംബന്ധിച്ചോ സൗന്ദര്യമുള്ളതിനെ സൗന്ദര്യമില്ലാത്തതിനൊന്നും വേർതിരിച്ചൊന്നും അറിയാത്തൊരു പ്രായമുണ്ടല്ലോ. ഇതൊക്കെ തിരിച്ചറിഞ്ഞ് തുടങ്ങി അതിൽ ആസ്വാദനം കണ്ടെത്തുന്നൊരു പ്രായമുണ്ട്. ആ പ്രായം എത്തുന്നതിന് മുമ്പുള്ള ചെറിയ കുട്ടി, 10 വയസ്സ് 11 വയസ്സ്, ആ ഒരു ഏജ് വരെയുള്ള കുട്ടികൾക്ക് മുമ്പിലും സ്ത്രീകൾ ഈ പറഞ്ഞതുപോലെ പൂർണ്ണമായും മറയിടേണ്ടതില്ല. ബാക്കിയുള്ളവരുടെ എല്ലാവരുടെ മുമ്പിലും മറ നിർബന്ധമാണ്. വീണ്ടും അള്ളാഹു പറയുന്നു, വലാ യദ്രിബ്ന ബി അർജുലിഹിന്ന, അവർ കാലുകളെ ചവിട്ടി നടക്കരുത് ശക്തമായി. ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനത്തിഹിന്ന, അവരിൽ നിന്നും മറക്കപ്പെട്ട സൗന്ദര്യത്തിനെ ഒളിവാക്കാൻ. അപ്പം അറബികളിലൊക്കെ ഈ കൊലുസിട്ടിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും? നടത്തത്തിനൊന്നൊന്നൊന്ന് അതിൻ്റെ ശക്തി ഒന്ന് കൂട്ടും. അപ്പോൾ എന്ത് ചെയ്യും? കൊലുസിങ്ങനെ കുലുങ്ങും, അത് വെളിവാവും, ആളുകളിലേക്ക് ആകർഷണം ഉണ്ടാകും. അപ്പോൾ അള്ളാഹു പറഞ്ഞു അങ്ങനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് കൊലുസ് ധരിക്കൽ പാദസരം ധരിക്കൽ അനുവദനീയാണ്. പക്ഷെ ആ പാദസരം ധരിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ചവിട്ടിൻ്റെ ബാറ് കൂട്ടണ്ട. വലാ യദ്രിബ്ന ബി അർജുലിഹിന്ന ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനത്തിഹിന്ന. എന്നിട്ട് അള്ളാഹു പറയാണ്, വതൂബു ഇലല്ലാഹി ജമീഅ, നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ ഈ വിഷയത്തിൽ പാളിച്ചകൾ പറ്റിപ്പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് വന്ന പാളിച്ചകൾക്ക് നിങ്ങൾ തൗബ ചെയ്യണം. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യണം. വതൂബു ഇലല്ലാഹി ജമീഅൻ, നിങ്ങളെല്ലാവരും ഈ വിഷയത്തിൽ ഒരുമിച്ച് തൗബ ചെയ്യണം. അയ്യുഹൽ മുഅ്മിനൂൻ, ഓ മുഅ്മിനീങ്ങളെ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്നവരാകുന്നതിന് വേണ്ടി. അപ്പോൾ ഇവിടെ പിന്നെ ഇത് ഇങ്ങനെ വരുമ്പോൾ കുറേ പറഞ്ഞ പോലെ അഭിപ്രായങ്ങളും ചർച്ചകളും, അങ്ങനെ അത് മറക്കേണ്ടതുണ്ടോ ഇത് മറക്കേണ്ടതുണ്ടോ, അത് ഭയങ്കര എന്താണ് എക്സ്ട്രീമിസമാണ്, തീവ്രതയാണ്, അങ്ങനെയൊന്നും ഷെറ പഠിപ്പിച്ചിട്ടില്ല. എന്തിനാണ് ഈ നിയമം അള്ളാഹു വെച്ചത് എന്ന് നമ്മൾ ആദ്യം ഒന്ന് ആലോചിക്കുക. എന്തിനാ ഈ നിയമം വെച്ചത്? അപകടം സംഭവിക്കാൻ. ഇപ്പം മുഖം മറക്കണ്ട എന്ന അഭിപ്രായമാണ് നമ്മൾ എടുക്കുന്നെങ്കിൽ, ഒരു സ്ത്രീയുടെ ഒരു മനുഷ്യൻ്റെ സൗന്ദര്യ പ്രകടനത്തിൻ്റെ ഒന്നാമത്തെ അവയവം എന്ന് പറയുന്നത് മുഖമാണ്. മുഖത്തിലാണ് എല്ലാ സൗന്ദര്യം കിടക്കുന്നത്. ആ മുഖം പിന്നെ തുറന്നിട്ടിട്ട് പിന്നെ ബാക്കിയെല്ലാം മറിച്ചിട്ട് എന്ത് കാര്യം? പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് മുഖം മറക്കുന്നില്ല, ബാക്കി മറക്കുന്നു. ബാക്കി മറിച്ച് അതിൻ്റെ കൂലി കിട്ടും, മുഖം മറക്കാത്തതിൻ്റെ അതിൻ്റെ പിടുത്തുണ്ടാവും. അത് വേറെ വിഷയം. ഈ പറയപ്പെട്ട അപകടം എങ്ങനെ തരണം ചെയ്യും? ഒരാളോട് ഇഷ്ടം തോന്നുന്നതും കാല് നോക്കിയിട്ടല്ല ഒരാൾ ഇഷ്ടപ്പെടില്ല, ആണോ? ബസ്സിൽ പോകുമ്പോൾ ഒരാൾ കാല് നോക്കിയിട്ട് നല്ല മുഞ്ചുള്ള കാലം എന്നാൽ പിന്നെ ഓളെ പ്രേമിച്ചേക്കാം, അങ്ങനെയല്ലല്ലോ. മുഖം കണ്ടിട്ടാണ് ആളോട് ഇഷ്ടം തോന്നുക. ഒരാളെ കാലോ കയ്യോ നോക്കിയിട്ടല്ല ഒരാളുടെ സ്നേഹവും അടുപ്പവും തോന്നുന്നത്. അപ്പോൾ മുഖമാണ് സൗന്ദര്യത്തിൻ്റെ വാതിൽ. അത് അല്ലാഹു തആല ആ രീതിയിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. ഫിഖ്ഹിൻ്റെ കിതാബുകൾ, തഫ്സീറിൻ്റെ കിതാബുകളൊക്കെ നിങ്ങൾ പരിശോധിക്കും. 1-2 അല്ലല്ലോ, ആയിരക്കണക്കിന് തഫ്സീറുകളില്ലേ. ഒരു പഠനം, ആ രീതിയിൽ റിസർച്ചുകൾ നിങ്ങൾ ചെയ്ത് നോക്കി. എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ച വിഷയമാണ് ഈ വിഷയത്തിൽ. ഒറ്റപ്പെട്ട് ഞാൻ എപ്പോഴും ഖുത്ബയിലും വിഷയത്തിൽ പറയാറുണ്ടല്ലോ, ഫിഖ്ഹിൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അഭിപ്രായ ഭിന്നത 1-2 പറഞ്ഞ ആളുകളുണ്ടാവും. അത് അവർ ഇത് കാണിക്കണമെന്ന് താല്പര്യമുള്ളത് കൊണ്ട് പറയുന്നതല്ല. ഇപ്പോൾ ഒരാൾക്കും റിസർച്ചിനൊരു മാനദണ്ഡം ഉണ്ടാകും. അപ്പോൾ അത് പാലിക്കാത്ത വരുമ്പോൾ ചിലപ്പോൾ അവരവരുടെ അഭിപ്രായം പറയും. അപ്പോൾ നമ്മൾ ഏത് സ്റ്റാൻഡ് എടുക്കണം എന്നുള്ളതാണ് വിഷയം. നമ്മളേത് സ്റ്റാൻഡ് എടുക്കേണ്ടത്? നമ്മുടെ ഈമാനും നമ്മുടെ കൾച്ചറും നമ്മുടെ നാട്ടിലെ ഓരോ മനുഷ്യൻ്റെ സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന രീതിയിലുള്ളതാകണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, മൈമൂന റളിയല്ലാഹു അൻഹ ഇരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ രണ്ട് ഭാര്യമാരാണല്ലോ. ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാണത്ത സഹാബിയാണ്. ഈ വരുന്ന സമയത്ത് നബി തങ്ങൾ ഇവർ രണ്ടാളോടും പറഞ്ഞു, ഇഹ്തജിബാ മിൻഹു, പോയി കർട്ടൻ്റെ ബാക്കിൽ പോകുന്നു പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞു, നബിയെ, അദ്ദേഹം അന്ധനല്ലേ, നമ്മളെ കാണൂലല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ കർട്ടൻ്റെ ബാക്കിലേക്ക് പോകുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ അമ്യാബാന അന്തുമ, ഇബ്നു മക്തൂം നിങ്ങളെ കാണൂല, ശരി തന്നെ, നിങ്ങൾക്ക് കുറെ കാണാലോ. എന്തിനാണ് നബിതങ്ങൾ അങ്ങനെ പഠിപ്പിച്ചത്? നബിതങ്ങളെ ഭാര്യമാരില്ല. നബിതങ്ങളെ ഭാര്യമാരേക്കാൾ ഹൃദയത്തിന് ശുദ്ധിയുള്ള ആളുകൾ ഭൂമിയിലുണ്ടോ? അങ്ങനെ ഒരാൾ വാദിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ അബദ്ധമായൊരു വാദം. അവരോട് പോലും നബിതങ്ങൾ അള്ളാഹു എന്താ പറഞ്ഞത്? ഇദാ സഅൽതുമൂഹുന്ന മതാഅൻ,
നിങ്ങൾക്ക് ഇപ്പോൾ സഹാബാക്കളുടെ നിബിതങ്ങളുടെ ഭാര്യമാരോട് ഇപ്പം മസലകൾ ചോദിക്കാൻ, നിബിതങ്ങളുടെ ജീവിത രീതി ചോദിക്കാനൊക്കെ പലർക്കും വന്ന് ചോദിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അള്ളാഹു പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ചോദിക്കേണ്ടതുണ്ടെങ്കിൽ വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബിൻ, ഒരു കർട്ടൻ്റെ മറക്ക് പിന്നിൽ നിന്ന് ചോദിക്കുക. അപ്പോൾ ഈ മുഖം കാണാമെന്ന ചർച്ച ആണെങ്കിൽ ഓക്കെ, അതാണെങ്കിൽ ഈ ആയത്തിന് അങ്ങനെ നമ്മൾ അർത്ഥം വെക്കുക. പക്ഷെ മുഖം കാണാം എന്നാണെങ്കിൽ, കൈ കാണാം എന്നാണെങ്കിൽ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, ഒരു മറക്ക് പിന്നിൽ നിന്ന് നിങ്ങൾ ചോദിക്കൂ. അപ്പോൾ മറൻ്റെ അപ്പുറത്ത് മുഖം തുറന്നിട്ടിട്ട് പിന്നെ മറൻ്റെ ചർച്ച പ്രസക്തിയില്ലല്ലോ. അപ്പോൾ നബിതങ്ങളുടെ ഭാര്യമാരോട് പോലും അല്ലാഹു തആല നൽകിയിരിക്കുന്ന നിഷ്കർഷണം അല്ലെങ്കിൽ ആ വിധി എന്ന് പറയുന്നത് ഈ സൂക്ഷ്മത പുലർത്തണം എന്നുള്ളത്. എന്തിനാ? ദാലിക്കും അത്ഹറുൽ ഖുലൂബിക്കും വഖുലൂബിഹിം, നിങ്ങൾക്ക് കൽബിന് ശുദ്ധി കിട്ടണോ, അവർക്കും കൽബിന് ശുദ്ധി കിട്ടണോ, ഇത് പാലിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും ആ രീതിയിലുള്ള അമലുകൾ നമ്മൾ ഉണ്ടാക്കി തീർക്കണം. നമ്മളെ പെൺമക്കൾക്ക് നമ്മൾ ചെറിയ പ്രായം മുതലേ ആ ഹിജാബിൻ്റെ രീതി, തലമറക്കുന്ന രീതി, ശരീരത്തിലെ ഔറത്തുകൾ ശരിയായ രീതിയിൽ മറക്കുന്ന രീതി നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് ഒരു അടിച്ചേൽപ്പിക്കുന്ന രീതി എന്നതിന് പകരം അതിൻ്റെ ഒരു ഗൗരവം നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ കേരളത്തിലും ഇന്ത്യയിലൊക്കെ നടന്ന സ്ത്രീകൾക്ക് നേരെ നടന്ന അക്രമങ്ങളുടെ ഒരു പട്ടിക നിങ്ങൾ പരിശോധിച്ചാൽ, അള്ളാഹു എല്ലാവരും കാത്തുരക്ഷിക്കുമാറാകട്ടെ, മുസ്ലിം സ്ത്രീക്ക് നേരെ നടന്ന അക്രമങ്ങളും ഈ രീതിയിലുള്ള ലൈംഗിക അക്രമങ്ങളും മുസ്ലിമീങ്ങളല്ലാത്തവർക്ക് നേരെ നടന്ന അക്രമങ്ങൾ നിങ്ങൾ നോക്കിക്കോ, മുസ്ലിമീങ്ങളുടെ അക്രമത്തിൻ്റെ അളവ് കുറവാണ്. നമ്മളിന്ന് ഇന്ത്യയിൽ കേട്ട എന്തെല്ലാം വലിയ വലിയ കേസുകളുണ്ടോ അതെല്ലാം ഒന്നുകിൽ സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴുള്ളതായിരിക്കും. കാണുമല്ലേ അല്ലേ? അല്ലെങ്കിൽ ഈ അർത്ഥത്തിൽ വസ്ത്രം മാത്രം എലവൻ്റാണെന്ന് നമ്മൾ പറയുന്നില്ല. വസ്ത്രധാരണം ഒരു കാരണം കൂടിയാണ്, അതിലേക്ക് പ്രേരിപ്പിക്കുന്ന ഘടകമാണ്. അപ്പോൾ നമ്മൾ നോക്കുക എന്താ കാര്യം. അപ്പോൾ ഷറഅ് പറഞ്ഞൊരു കാര്യം, അവർക്ക് സെക്യൂരിറ്റിയാണത്. അതാണ് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മക്കൾക്ക്. നിങ്ങൾക്ക് ഇത് സുരക്ഷിതത്വമാണ്, അത് അപകടത്തിനുള്ള സാധ്യതയുണ്ട്. നമുക്ക് വസ്ത്രധാരണ സൗന്ദര്യം പ്രകടിപ്പിച്ചോളൂ, സൗന്ദര്യം നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ അത് പ്രകടിപ്പിക്കേണ്ട ആളുകളുടെ മുമ്പിൽ നിങ്ങൾ എന്ത് ചെയ്യൂ? പ്രകടിപ്പിക്കൂ. ഈ അർത്ഥത്തിൽ നമ്മുടെ മക്കളുടെ മുമ്പിൽ അതിൻ്റെ യുക്തി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ അവർക്ക് മനസ്സിത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ തലമറിച്ചോളും. അല്ലെങ്കിൽ തലമറിച്ചില്ലെങ്കിൽ ആ മുടി നരകത്തിൽ പോകുന്ന അത് അപ്പോൾ ആ ഒരു കാലം ഉണ്ടായിരുന്നു, അതങ്ങനെ നിങ്ങൾക്ക് കേട്ടതിനെ പേടിക്കുന്ന കാലം. ഇന്ന് അങ്ങനെ പറയാനൊന്നും ഉമ്മത്ത് പേടിക്കില്ല. അപ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ചെറിയ പ്രായം മുതലേ നമ്മൾ ആ പ്രേരണ നമ്മൾ നൽകണം. നമ്മുടെ ഭാര്യമാർ, നമ്മുടെ സഹോദരിമാർ, അവരുടെ വിഷയത്തിലൊക്കെ ഈ ജാഗ്രത നമ്മൾ പുലർത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മളെയും നമ്മളെ വേണ്ടപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മരണം വരെ നമുക്ക് ഇസ്സത്തും